ത്രോട്ട് വെക്കുന്നതായിരുന്നു. ധൈര്യമാണ്. ഇത് വന്നിട്ട് റോവോൾട്ട, ഇത് വന്ന് ഗിയർ അഡ്ജസ്റ്റർ. ഓടിക്കാനും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഈ കിത്രോട്ട് വെച്ച് കഴിഞ്ഞാൽ പവർ കൂടുന്നതൊരു ചോദിച്ചായിരുന്നു. സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിലോട്ട് എല്ലാവർക്കും സാധാ. അപ്പോൾ ഇന്നത്തെ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴിലെ ഉണ്ടല്ലേ എങ്ങനെ യമാഹ FC-യിൽ ക്വിക്ക് ത്രോട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിലെന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് സംഭവമുണ്ട്. കാരണം ഇത് സാധാ ടൈപ്പ് കാർബറേറ്റർ അല്ല, വാൽവ് എന്ന ടൈപ്പ് കാർബറേറ്റർ. കണ്ടല്ലോ, ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ സിസ്റ്റം വേറെയാണ്. ആക്ച്വലി ഇതും നമ്മുടെ BS6 സ്പ്ലെൻഡറിൽ ചെയ്യുന്ന രീതി സെയിം ആണ്. അപ്പം ഞാനിതിന് എന്തൊക്കെ വേണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. ഡയറക്റ്റ് സൂട്ടല്ല, ഒരിക്കലും നമ്മുടെ ത്രോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ എക്സ്ട്രാ പുറത്തുനിന്ന് മേടിക്കാനുണ്ട്. അതൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തരാം. അപ്പോൾ ചാനൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ FC-യുടെ ഒരു ഫുൾ റീസ്റ്റോറേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അതുപോലൊരു വീഡിയോ ഞങ്ങളുടെ ചാനൽ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതുകൂടെ കയറി കാണുവാണെങ്കിൽ ആ വീഡിയോ കൂടെ കയറി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. സോ അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഡൊമിനോയുടെ കിക്ക് ത്രോട്ടിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടോർ മെഷീൻ ആണ്. അപ്പം ഇതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്നുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. പിന്നെ കിക്ക് ത്രോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കണ്ടത്. പിന്നെ ഒരു അഡ്ജസ്റ്റർ നട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊരു വേണമെങ്കിൽ യൂസ് ചെയ്യാം, കമ്പൾസറി ആയിട്ട് ഇടണമെന്നില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കേസാണ്. ആൻഡ് നമ്മുടെ ത്രോട്ടിൽ കണ്ടല്ലോ, ത്രോട്ടിലിൻ്റെ ഒരു യൂണിറ്റ്, അതിനാവശ്യമുള്ള വയറ് ആൻഡ് അപ്പുറത്തെ സൈഡിടാനുള്ള ഗ്രിപ്പ്. ഇത്രയും സാധനമാണ് നമ്മുടെ ഈ ക്വിക്ക് ത്രോട്ടിലിൻ്റെ കവറിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇത് കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ക്വിക്ക് ത്രോട്ടിൽ കൂടാതെ നമുക്ക് ആവശ്യമുള്ള വേറൊരു സാധനമാണ് ഈ ഒരു ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇത് വന്ന് എന്നാ പറയണ്ടേ, പെട്രോൾ ഓട്ടോറിക്ഷ, പഴയ മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഇന്നറായിട്ടോ. ഇതാണ് ആക്ച്വലി നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ എൻഡ് വരും. അപ്പോൾ നമുക്ക് അടുത്ത് എന്നാ വേണ്ടതെന്നുള്ളത് നോക്കാം. പിന്നെ ഈ രണ്ട് സാധനം പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് ഐറ്റമാണ് ധൈര്യമാണ്. ഇത് വന്നിട്ട് റോവോൾട്ട, ഇതും ഓട്ടോറിക്ഷയുടെ തന്നെ സാധനമാണ്. ആൻഡ് ഇത് വന്ന് ഗിയർ അഡ്ജസ്റ്റർ. കണ്ടല്ലോ, ഇത് ഒരു നെട്ടോട് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് റെഡിയാക്കണം. അപ്പം ഈ ഇത്രയും സാധനമാണ് നമുക്ക് ത്രോട്ട് വെക്കാനായിട്ട് FC ത്രോട്ട് വെക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനിയും ഫസ്റ്റ് പ്രൊസീജിയർ എന്നാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ തന്നെ നമ്മുടെ ഈ ഡൊമിനോയുടെ ത്രോട്ടിലിൻ്റെ സ്റ്റോക്ക് കേബിൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ ഇന്നർ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഈ ഇന്നർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഇന്നർ. ഇതാണ് നമ്മൾ എടുത്ത് കളഞ്ഞു. ഇനി പരിപാടി, ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ പെട്രോൾ ഓട്ടോറിക്ഷയുടെ ഇന്നർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളിത് പെട്രോൾ ഓട്ടോറിക്ഷ ഇന്നർ കേട്ടോ, അത് നമ്മുടെ ഡൊമിനോയുടെ ഔട്ടറിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ആക്ച്വലി ഈ ഒരു പ്രൊസീജിയർ വന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ലിങ്ക് മേളിൽ ഞാൻ പിൻ ചെയ്യാം. കണ്ടല്ലോ, കിട്ടി. ഇനി നമ്മുടെ പരിപാടി ഇതിലോട്ട് ഡൊമിനോയുടെ യൂണിറ്റിലോട്ട് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. അടുത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ ഡൊമിനോയുടെ യൂണിറ്റിനകത്തോട്ട് നമ്മൾ ഈ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകാം. അപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എടുത്ത് നോക്കി. ഇപ്പോൾ ഇത് ഫാസ്റ്റ് ആകും. നമ്മുടെ ഡൊമിനോയുടെ യൂണിറ്റിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി വണ്ടിയിലെ അതിൻ്റെ സ്റ്റോക്ക് ത്രോട്ടിലേക്ക് നമുക്ക് അഴിച്ചു മാറ്റാം.
സോ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ 2 സാധനം ഈ അഡ്ജസ്റ്ററും റോബോട്ടിനും പണി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡൊമിനോടെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ കേബിൾസ് കൊടുക്കുന്ന പോലെയല്ല, നമ്മൾ ഇച്ചിരി പൊക്കി മേലിൽ കൂടെയാണ് ഇതിന് ലൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറക്റ്റ് കൊടുത്ത് ഇതിൻ്റെ അടിഭാഗം എത്തുമ്പോഴത്തേക്കുള്ള ഏരിയ കാണിച്ചു തരാം. സോ ഗൈസ്, കണ്ടല്ലോ നമ്മൾ ഇവിടെ ആകട്ടെ നമുക്ക് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ഇവിടെ ആവശ്യം ഫസ്റ്റ് ഇടണമെന്ന് പറയുന്നത് ഈ ഒരു എന്നാ പറയേണ്ടത് അഡ്ജസ്റ്ററാണ്. ഇത് നമ്മുടെ എന്നാ പറയേണ്ടത് എപ്പോഴും നമ്മുടെ ഇടുന്നിടത്ത് തന്നെ ഇതുപോലെ കിടക്കും ഏകദേശം. കണ്ടല്ലോ സെറ്റ് ചെയ്ത് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഞാനതിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ആദ്യമേ നമ്മുടെ എന്നാ പറയേണ്ടത് ലൈനറിനകത്തൂടെ ഈ അഡ്ജസ്റ്റർ കയറ്റണം. പിന്നെ ഞാൻ പറയാൻ പറ്റും, നമ്മൾ ഔട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി നീളമുള്ളതുകൊണ്ട് ഔട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നമ്മൾ ലൈനർ ഇതിലെ പാത്ത് ചെയ്ത് കറക്റ്റ് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ആ ഒരു ത്രോട്ടിൽ ബോൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റോ ബോൾട്ട് ഉണ്ടല്ലോ അതിനി സെറ്റ് ചെയ്യാം അതിലോട്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ദേ നമ്മുടെ എഫ്സിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ത്രോട്ട് വെക്കുന്നതായിരുന്നു. ഓഫ് ചെയ്ത് നമുക്ക് ബാധിച്ചിട്ട്. സോ ഗൈസ്, അപ്പം നമ്മൾ കിക്ക് ത്രോട്ടിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ക വർക്കിംഗ് ആണ്, സ്റ്റക്കോ കാര്യങ്ങളൊന്നും ഇതുണ്ടല്ലോ പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ഞാൻ അടിയിൽ കാണിച്ചു തരാം. ഡീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ റോ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ അഡ്ജസ്റ്റർ ബോൾട്ട് ഇവിടെയാണ് വന്നേക്കുന്നത്. സോ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് FCL ക്വിക്ക് ത്രോട്ട് വെക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പലരും പല രീതിയും വെക്കും. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിൾസ്റ്റ് രീതി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു മെക്കാനിക്കിൻ്റെ ഒന്നും ഒരു സഹായം ഇല്ല ചെയ്യാവുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നേക്കുന്നത്. കണ്ടല്ലോ, പെർഫെക്റ്റ് വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. സ്റ്റക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടി ഓടിക്കാനും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഈ കിത്രോട്ട് വെച്ച് കഴിഞ്ഞാൽ പവർ കൂടുന്നതൊരു ചോദിച്ചായിരുന്നു. കിത്രോട്ട് വെച്ച് കഴിഞ്ഞാൽ പവർ ഒരിക്കലും കൂടത്തില്ല. കിത്രോട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്നാ പറയണ്ടേ ഇനീഷ്യൽ പിക്കപ്പിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നത് വെച്ചാൽ അത് പവർ കൂടുന്നതുകൊണ്ടുള്ള വ്യത്യാസമല്ല. നമ്മൾ എന്നാ പറയണ്ടേ ഫുൾ ത്രോട്ട് കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്നാ പറയണ്ട നമ്മൾ മറ്റേ ത്രോട്ടിൽ കൊടുക്കുന്നതിൻ്റെ ഫുൾ ത്രോട്ടിൻ്റെ പകുതി എനർജി ഇവിടെ നമ്മൾ കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഫുൾ ആക്സിലറേഷൻ ആകും. വെച്ചാൽ നമ്മൾ ഇത്രയും തിരിക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ത്രോട്ടിൻ്റെ പകുതിയോളം തിരിക്കുന്നതിൻ്റെ പവറായിരിക്കും. മനസ്സിലായോ? ഇത് ഫുൾ തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ പകുതി തിരിക്കുന്ന ആ ഒരു ഇതേ വരുന്നുള്ളൂ. അപ്പം അത് തന്നെ പറയണ്ടേ, അത് ഉപയോഗിച്ചവർക്ക് കറക്റ്റ് അതിൻ്റെ രീതി എന്നാന്നുള്ളത് മനസ്സിലാവും. അപ്പം അതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എന്നാ പറയണ്ടേ, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ റബ്ബറിൻ്റെ കേസ് ആവശ്യമുള്ളവർക്ക് ഇടാം. ഇതിപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാണ് നമ്മൾ ഇടാത്തത്. വണ്ടി ഓടിക്കാനും ഒരു രക്ഷയില്ല, നൈസായിട്ട് പോകുന്നുണ്ട് വണ്ടി. അപ്പം ഇത് നമ്മൾ കേബിളൊന്നും ഒത്തിരി ഹൈറ്റൊന്നും കൊടുത്തിട്ടില്ല. ഒന്നുകൂടെ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഡോമിനോയുടെ കിത്രോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഔട്ടർ വന്നിട്ട് ഡോമിനോയുടെ തന്നെയാണ്. ഈ ഔട്ടറിൻ്റെ വെച്ച് കട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നർ യൂസ് ചെയ്തേക്കുന്നത് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ഇന്നർ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് പെട്രോൾ ഓട്ടോറിക്ഷയുടെ തന്നെ ഗിയറിൻ്റെ അഡ്ജസ്റ്ററും പിന്നെ റോബോൾട്ടും. ഇത്രയും സാധനമാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത്. അപ്പം എന്നാ പറയണ്ടേ, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം തന്നെ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് വിശ്വാസാനിക ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.